മിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ വ്യാഖ്യാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് സഭാമാതാവ് നമ്മുടെ പഠനത്തിനായി നൽകിയിരിക്കുന്നത്. യേശു തൻ്റെ 12 ശിഷ്യന്മാരെ ഇസ്രായേൽ ദേശത്തിലെ വിവിധ ഗോത്രങ്ങളിലേക്ക് തൻ്റെ സന്ദേശം കൈമാറുന്നതിനായി അയക്കുന്ന സുവിശേഷ ഭാഗമാണിത്. വിശാലമായ ലോകത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ട് സുവിശേഷ പ്രഘോഷണം നടത്തുന്നതിനുള്ള ഒരു ട്രയൽ റണ്ണായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. യേശു ഈ സുവിശേഷ ഭാഗത്ത് നല്ല ഒരു സെൽഫ് മോട്ടിവേഷൻ ക്ലാസ്സാണ് ശിഷ്യന്മാർക്ക് നൽകുന്നത്. അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് വളരെയേറെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ അവരെ പൂർണ്ണമായും സുവിശേഷ വേലയ്ക്കായി സജ്ജമാക്കുന്നു. യേശു ആദ്യം തന്നെ അവരോട് പറയുന്നു, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം പ്രതിസന്ധികൾ നിറഞ്ഞതാണ് സുവിശേഷ പ്രഘോഷണം എന്ന് യേശു അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല എന്ന് അവർക്ക് തീർച്ചയായും അറിവുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് സധൈര്യം മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് യേശുവരോട് പറഞ്ഞു, നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ എന്ന്. യേശു വേറൊരു കാര്യം ഇവിടെ പറയുന്നു, അവർ നിങ്ങളെ ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ നിങ്ങൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. അതുപോലെ യേശു അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം എത്ര വലുതാണെന്ന് നോക്കുക. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും കൊല്ലുവാൻ കഴിവുള്ളവനെ നിങ്ങൾ ഭയപ്പെടുവിൻ. അതുകൊണ്ട് നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അവയിൽ ഒന്നുപോലും വെറുതെയായി പോവുകയില്ല. അപ്പോൾ യേശുവിൻ്റെ ദൈവത്തിൻ്റെ പൂർണ്ണമായ സംരക്ഷണം സുവിശേഷ പ്രഘോഷണത്തിനായി പോകുന്ന എല്ലാവർക്കും ഉണ്ടാകുമെന്ന് യേശു വാഗ്ദാനം ചെയ്യുന്നു. ഈ വക ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആനുകാലികമായ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. യേശു പറയുന്നു, നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളായിരിക്കുവിനെന്ന്. ഇന്ന് നമ്മുടെ ഭാരതീയ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സഭ അല്പം വിവേകം കുറഞ്ഞ രീതിയിലാണ് സുവിശേഷ പ്രഘോഷണം നടത്തുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. നമ്മൾ സത്യം പറഞ്ഞാൽ സുവിശേഷം പ്രഘോഷിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് കൂടുതലായും വടക്കേ ഇന്ത്യൻ രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടത്തുന്നു, ബാലഭവനുകൾ നടത്തുന്നു എന്നുള്ളതാണ്. നാളിതുവരെയായിട്ടും ഇതുകൊണ്ട് നമ്മുടെ സുവിശേഷ പ്രഘോഷണം വർദ്ധിച്ചതായിട്ടോ ക്രൈസ്തവ ജനസംഖ്യ വർദ്ധിച്ചതായിട്ടോ കണക്കുകൾ സൂചിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ചും നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ശേഷം നമ്മൾ ആരംഭിച്ച സീറോ മലബാർ സഭയുടെ രൂപതകൾ തുടങ്ങിയ കാലത്ത് എത്ര വിശ്വാസികൾ ഉണ്ടായിരുന്നോ, 2000-3000 ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ചിലതൊക്കെ ജനസംഖ്യയിൽ ഭീമമായി കുറഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ഒരു വിചിന്തനം നടത്തേണ്ടതാണ്. രണ്ടാമതായി നമുക്കറിയാം, നോർത്ത് ഈസ്റ്റിലെ ചില സംസ്ഥാനങ്ങൾ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയാണ്. എന്നാൽ കേരളത്തിൽ ക്രൈസ്തവർ ന്യൂനപക്ഷമാണ്. ഇവിടെ ഈ ന്യൂനപക്ഷമായ സ്ഥലങ്ങളിൽ നിന്നാണ് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്ക് സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ ആ പ്രദേശങ്ങളിൽ നിന്നും നമ്മുടെ കേരളത്തിലേക്കല്ലേ കൂടുതലായി വിശ്വാസികൾ വരേണ്ടത്. അപ്പോൾ ആനുകാലികമായി ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. പിന്നെ സുവിശേഷ വേലയ്ക്കായി പോകുന്നവർക്ക് ദൈവവചനത്തിൻ്റെ ആഴത്തെക്കുറിച്ച്, നീളത്തെക്കുറിച്ച്, പരപ്പിനെക്കുറിച്ചെല്ലാം, അതിൻ്റെ രോഗശാന്തിക്കുള്ള അതിൻ്റെ കഴിവിനെക്കുറിച്ച്, മനുഷ്യ മനസ്സുകളെ മാറ്റാനുള്ള അതിൻ്റെ കഴിവിനെക്കുറിച്ച്
യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ചെല്ലാം പൂർണ്ണമായ ബോധ്യമുണ്ടാവണം. പലപ്പോഴും വിവേകരഹിതമായ രീതിയിലാണ് പല നമ്മുടെ സുവിശേഷ പ്രഘോഷണ പരിപാടികളും നടത്തുന്നത്. അതും നമ്മൾ തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ഒരു ചിന്തയിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവരികയാണ്. നമ്മൾ ഇന്നത്തെ പശ്ചാത്തലത്തിൽ ലോകത്ത് സുവിശേഷ പ്രഘോഷണം നടത്തുമ്പോൾ ആരെയാണ് ചെന്നായ്ക്കളായി നമ്മൾ കരുതുന്നത്? സത്യം പറഞ്ഞാൽ നമ്മളങ്ങനെ പുറമേ പറയുന്നില്ലെങ്കിലും ഇസ്ലാം തീവ്രവാദികളെയും അതുപോലെ തന്നെ ഹിന്ദു മത തീവ്രവാദ സംഘടനകളെയും നമ്മുടെ സുവിശേഷ വേലയ്ക്ക് എതിര് നിൽക്കുന്ന ചെന്നായ്ക്കളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും അതും അപകടകരമായ ഒരു കാര്യമാണ്. യേശു പറഞ്ഞത് സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ചുമൊക്കെ ലോകത്തെ അറിയിക്കാനാണ്. അല്ലാതെ ക്രിസ്തു മതം പ്രചരിപ്പിക്കാനല്ല. ക്രിസ്തു മതം ഒരു മതസംഘടന എന്ന രീതിയിൽ അതിന് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ വലിയ മേന്മ അവകാശപ്പെടാനില്ല. അതുകൊണ്ട് ആ ഒരു മേഖലയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും അത് സുവിശേഷ വേലയ്ക്ക് പോകുന്നവർ, സുവിശേഷ പ്രഘോഷണം നടത്തുന്നവർ, ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മുടെ ഇടവ കൂട്ടായ്മകളാണെങ്കിലും ഒക്കെ സുവിശേഷാനുസൃതം ജീവിക്കുക എന്നുള്ളത് ക്ലേശകരമായ ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും ചലഞ്ചിങ് ആണ്. അപ്പോൾ ഈ സുവിശേഷ പ്രഘോഷണത്തിന് പോകുന്നവർ മാത്രമല്ല, നമ്മുടെ ഇടവകയിൽ വരുന്നവരുമൊക്കെ സുവിശേഷ അനുസൃതം നല്ല ക്രൈസ്തവ ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സുവിശേഷ പ്രഘോഷണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു.